കൽപ്പറ്റ ജനറൽ ആശുപത്രിക്ക് ഈ വർഷത്തെ CSR ഫണ്ട് ഉപയോഗിച്ച് ആംബുലൻസ് നൽകുമെന്ന് കേരള വിഷൻ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആംബുലൻസ് കൈമാറുമെന്ന് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ പറഞ്ഞു. ഈ വർഷത്തെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ആംബുലൻസ് ജനറൽ ആശുപത്രിക്ക് നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആംബുലൻസ് ആരോഗ്യവകുപ്പിന് കൈമാറാനാണ് തീരുമാനം. 35 ലക്ഷം രൂപ ചിലവിൽ ആധുനിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയ ആംബുലൻസ് ആണ് ആശുപത്രിക്ക് നൽകുക. പൊതുജനങ്ങളിലേക്ക് നേരിട്ട് സേവനങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളതെന്ന് കേരള വിഷൻ ചെയർമാൻ കെ ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കൽപ്പറ്റ ഹോസ്പിറ്റലിലേക്കുള്ള ഒരു ആംബുലൻസ് സർവീസാണ് ഉദ്ദേശിക്കുന്നത്. ആധുനിക സജ്ജീകരണങ്ങളുള്ള ആധുനിക സജ്ജീകരണങ്ങളുള്ള ഒരു ആംബുലൻസാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കേരളത്തിൽ രണ്ടാമത്തെ തവണയാണ് ഒരു ഹോസ്പിറ്റലിന് ആംബുലൻസ് നൽകുന്നത്. തൃശ്ശൂരാണ് നൽകിയത്. ഈ വർഷം 2 അതിൽ കൂടുതലോ ജില്ലകളിൽ ഇത്തരം ആംബുലൻസുകൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരള വിഷൻ എന്ന കമ്പനി സംസ്ഥാനത്തെ ഏതാണ്ട് 45 ലക്ഷത്തോളം ഉപഭോക്താക്കളുള്ള വലിയൊരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം നടത്തുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് പുറമെ അതോടൊപ്പം സമാന്തരമായി പൊതുജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാകുന്ന സേവന സൗകര്യങ്ങൾ കൂടി നൽകാൻ സന്നദ്ധമാകുന്നതിൻ്റെ ഒരു പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആംബുലൻസ് സർവീസ് നൽകുന്നത്. ആശുപത്രിയിൽ ചേർന്ന യോഗത്തിൽ കേരള വിഷൻ PRO S ഷിജു, കൽപ്പറ്റ ജനറൽ ആശുപത്രി വികസന സമിതി ചെയർമാനും കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാനുമായ P വിനോദ് കുമാർ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PM മൊയ്തീൻ ഷാ, കമ്പനി സെക്രട്ടറി KS ഷിനു, മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AP മുസ്തഫ, മറ്റ് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, വയനാട്.